വർഷങ്ങളായ അയൽക്കാരുടെ മുഖത്ത് നോക്കി ചിരിക്കാത്തവർ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പള്ളിയിൽ വെച്ച് കണ്ടാൽ പോലും തോളുരുമി നിന്ന് നിസ്കരിക്കാൻ അറക്കുന്നവർ ഈ പറയപ്പെടുന്ന അയൽപക്ക ബന്ധങ്ങളുടെ ആ തകർച്ചയുടെ പേരിൽ ഈർഷ്യത മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. ഒന്ന് കാണുമ്പോൾ തന്നെ വാതിൽ വലിച്ചടച്ചുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്ന അയൽക്കാർ ഇന്ന് നമ്മുടെ നാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം എത്രത്തോളം വലുതെന്ന് അറിയാതെ പോകുന്നുണ്ടോ എന്ന് സംശയിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് തിരിഞ്ഞതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അള്ളാഹുടെ മുത്തുനബി ഒരിക്കൽ ആണയിടുകയാണ്. ഈ ആണയിടുന്ന ആരാ നോക്കണം? നബി മുഹമ്മദുർ റസൂലുള്ളാഹി മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ആ നബി തങ്ങൾ ആണയിടുകയാണ്. സ്വഹാബത്തിന്റെ മുമ്പിൽ നിന്ന് നബി തങ്ങൾ സത്യയുടെ ആരെ മുത്തുനബി സത്യയിടുന്നത്? അള്ളാഹിനെ പിടിച്ച് സത്യയുടെയാണ്. വല്ലാഹി ലാ യുമിൻ. നബി പറയണം അല്ലാഹുവാണ് അവൻ മുഅ്മിനല്ല, അല്ലാഹുവാണ് അവൻ മുഅ്മിനല്ല. ഒരു വട്ടം നബി പറഞ്ഞു. ഇത് പറയുന്ന നാവ് മുത്ത് റസൂലിന്റെ നാവാണ്. ആ നബി തങ്ങൾ സത്യയിടുന്നത് പടച്ച റബ്ബിനെ പിടിച്ചിട്ടാണ്. പകൽ വെളിച്ചം പോലെ അത് ഉറച്ച സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളിടത്ത് സംശയമില്ല. നബി തങ്ങൾ ആണയിട്ടപ്പോ സ്വഹാബത്തിന് വേദനിച്ചു, അവർ ഭയന്നു. കാരണം നബി തങ്ങൾ ആ ആണയിട്ട പരാജിതൻ ഞാനായിരിക്കുമോ എന്ന ഭയം. ആ ഭയത്തോടെ അവർ നബി തങ്ങളെ തന്നെ ഭയത്തിന്റെ കണ്ണോടുകൂടി നോക്കുമ്പോ അള്ളാഹുടെ മുത്തുനബി വീണ്ടും പറഞ്ഞു വല്ലാഹി ലാ യുമിൻ. അല്ലാഹുവാണ് അവൻ മുഅ്മിനല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല. നബി തങ്ങൾ രണ്ടാമതും പറയുന്നു. അപ്പൊ ആണ രണ്ടായി, സത്യം രണ്ടായി. വീണ്ടും നബി തങ്ങൾ തന്നെ ശ്രദ്ധിച്ചു. അള്ളാഹുടെ മുത്തുനബി മൂന്നാമതും ആണയിട്ടു വല്ലാഹി ലാ യുമിൻ. അല്ലാഹുവാണ് അവൻ മുഅ്മിനേ അല്ല. നിങ്ങൾ സംശയിക്കണ്ട. മുത്തുനബി 3 തവണ ആണയിട്ടപ്പോ ഈമാൻ കൊണ്ട് മനസ്സിന്റെ ഉള്ളിലെ പേടി ജനിച്ചു പോയ സ്വഹാബത്ത് നബി തങ്ങളോട് ദയനീയമായി ചോദിച്ചു, ലഖദ് ഖാബാ വഖസിറ മൻ ഹുവ യാ റസൂലല്ലാഹ്. അല്ലാഹുടെ മുത്തുനബിയേ, ഇതൊന്തൊരു വാക്കാണ് നബിയേ. ഈ ദുര്യോഗി ആരാണ് നബിയേ? ഉമ്മ പെറ്റ മക്കളിൽ ഇവനെ പോലെ ദുര്യോഗി വേറെയുണ്ടോ? ഭൂമി കണ്ട മനുഷ്യരിൽ ഇവനെ പോലെ പരാജിതൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുടെ മുത്ത് ഹബീബ് ആണയുടെ അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് അത് തന്നെ 3 തവണ സത്യമിട്ടുകൊണ്ട് അവൻ മുസ്ലിം അല്ല, അവൻ മുഅ്മിനല്ല എന്ന് വിളിച്ചു പറയാൻ മാത്രം എന്ത് അപരാധമാണ് അവൻ ചെയ്തത് നബിയേ? എന്ത് മഹാപാതകമാണ് ചെയ്തത് റസൂലുള്ളാഹ്? മുത്തുനബിയോട് പേടിച്ചുകൊണ്ട് സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിക്കുമ്പോ അല്ലാഹുടെ മുത്തുനബി പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയണോ എൻ്റെ പ്രിയപ്പെട്ടവരെ? അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മല്ലാ യഉമനു ജാറുഹു ബവാഇഖഹു. മദീനത്തുർ റഹ്മയുടെ സാധു സഹായ സമിതിയാൽ സംഘടിപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധമായ മജ്ലിസിൽ വെച്ചുകൊണ്ട് ബന്ധങ്ങളുടെ വിലയറിയാൻ അല്ലാഹു തആല അവസരം തന്ന ഉമ്മ, ഇത് ചെറിയ വിഷയമായി കാണല്ല ഉമ്മ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണല്ല മോളെ. ആണയിട്ടത് മുത്തുനബിയാണ്. ആ പരിശുദ്ധ നാവ് കൊണ്ട് 3 വട്ടമാണ് സത്യമാവർത്തിച്ചത്. അത് തന്നെ പരമദയാലുവായ റബ്ബിനെ പിടിച്ചാണ്. എന്നിട്ട് എന്തേ നബി തങ്ങളാ പരാജിതന്റെ സ്വഭാവമായി പറഞ്ഞതെന്തറിയുമോ? മല്ലായ ഉമരു ജാറുഹു ബവാഇഖഹു. സ്വന്തം അയൽപക്കക്കാരനെ വേദനിപ്പിക്കുന്നവനാരോ, സ്വന്തം അയൽപക്കക്കാരനെ വിഷമിപ്പിക്കുന്നവനാരോ, സ്വന്തം അയൽപക്കത്ത് ജീവിക്കുന്നവളെ പ്രയാസപ്പെടുത്തുന്നവളാരോ, സ്വന്തം അയൽപക്കത്ത് ജീവിക്കുന്നവരുടെ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തുന്നവരാരോ, അവരെ മാന്യത തകർക്കുന്നവരാരോ, അവരെ അന്നം മുട്ടിക്കുന്നവരാരോ, അവരെ വെള്ളം തടയുന്നവരാരോ, ഇല്ലാ കഥകൾ പറഞ്ഞ് അവരുടെ മാന്യതയോ അവരെ അവഹേളിച്ചുകൊണ്ട് നാട്ടിലിറങ്ങാൻ കഴിയാത്ത തരത്തിൽ അവരെ വേദനിപ്പിക്കുന്നവനാരോ? അല്ലാഹുവാണ് അവൻ മുഅ്മിനല്ല, അല്ലാഹുവാണ് അവൻ മുഅ്മിനല്ല, അല്ലാഹുവാണ് അവൻ മുഅ്മിനല്ല. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണണ്ട. ചെറിയ 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 പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളായി മിണ്ടാത്ത അയൽപ്പക്കക്കാരായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ഏത് സ്വർഗമാണ് പ്രതീക്ഷിക്കുക? ഏത് പടച്ചവന്റെ പൊരുത്തമാണ് പ്രതീക്ഷിക്കുക? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരൽപ്പം പേടിയോടുകൂടി തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, എൻ്റെ ഈ മുമ്പിലിരിക്കുന്ന മജ്ലിസിനോട്, എൻ്റെ ശരീരത്തോടൊപ്പം അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ ഏതെങ്കിലും ആഗ്രഹിക്കുന്ന മനസ്സുകൾ ഈ കൂട്ടത്തിലുണ്ടോ? പറയാൻ തന്നെ പേടിയുണ്ട്. അള്ളാഹനെ ഉപദ്രവിക്കുകയോ? ചിന്തിക്കാൻ പറ്റോ? ഈമാനുള്ളവന് പൊള്ളുമ്പോ അള്ളാഹനെ ഉപദ്രവിക്കാനോ? ഇയാൾ എന്താ ഈ പറയണെന്ന് പേടി വരും. എങ്കിൽ ആ പേടിയുടെ കാരണങ്ങൾ നമ്മൾ അറിയാതെ ഇവിടെ നടക്കുന്നുണ്ട്. തത്വത്തിൽ അത് ഇവിടെ നടക്കുന്നുണ്ട്. എന്റെ സഹോദരിക്ക് കഴിയോ? എന്റെ ഉമ്മാക്ക് കഴിയോ? ഇത് അബൂ റബീന്റെ വാക്കല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വാക്കാണ്. അള്ളാഹുവിനെ ഉപദ്രവിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാരെ നമ്മൾ ഉപദ്രവിക്കരുത്, നമ്മൾ വേദനിപ്പിക്കരുത്. അവരെ മോശത്തരങ്ങളായി നടക്കുന്ന കാര്യങ്ങൾ പോലും നാട്ടിലോ മറ്റുള്ളവരെ മുമ്പിലോ അറിഞ്ഞവരെ അവഹേളിക്കരുത്, പറഞ്ഞവരെ നാണം കെടുത്താൻ നമ്മൾ ശ്രമിക്കരുത്. എങ്കിൽ നമ്മൾ ഉപദ്രവിച്ചത് റബ്ബിനെയാ. അള്ളാഹനെ ഉപദ്രവിച്ചാൽ അള്ളാഹ്ക്ക് വേദനിക്കുമെന്നല്ല അർത്ഥം. എന്നെ ഉപദ്രവിച്ചവനായി ഞാൻ അവരെ പരിഗണിക്കും. ഞാൻ അങ്ങനെ പരിഗണിച്ചാൽ എന്നെ ഉപദ്രവിക്കാൻ മാത്രം അവൻ വളർന്നോ എന്ന തരത്തിൽ ഞാൻ പ്രതികരിക്കും. അല്ല പ്രതികരിക്കാൻ തുടങ്ങിയ വല്ല രക്ഷ ഉണ്ടാവോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദും സമൂദും സ്വദൂമും നമ്മളെ മുമ്പിലുള്ള തെളിവുകളല്ലേ? അതൊക്കെ സഹിക്കാൻ കഴിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, മൻ ആദാ ജാറഹു, ആരെങ്കിലും അവന്റെ അയൽക്കാരനെ വേദനിപ്പിച്ചാൽ, അത് എങ്ങനെ വേദനിപ്പിച്ചതായാലും വേണ്ടില്ല. നമ്മളെ രീതിയിൽ ചിന്തിച്ചോക്കെ, ഈ വേദനിപ്പിക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന്റെ വസ്തു പിടിച്ചെടുക്കുക അല്ലേ, അതൊക്കെ വലിയ ഉപദ്രവങ്ങളാണ്. അത് മാത്രമല്ല ഉപദ്രവം, അവന്റെ പുരയിടത്തിൽ വളർന്നുകൊണ്ടിരുന്ന 10 വർഷം കഴിഞ്ഞ മരത്തിന്റെ വേര് എൻ്റെ പുരയിടത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അത് എൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വാധീനം വെച്ച് അത് എൻ്റെതാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അയൽക്കാരനെ ഞാൻ ഉപദ്രവിച്ചു. അതൊക്കെ ഉപദ്രവം തന്നെ. അതൊക്കെ അതിൻ്റെ ഹൈ പൊസിഷനിലെത്തിയ ഉപദ്രവങ്ങളാണ്. ഇത് അതുമല്ല, താഴേക്കിടയിൽ ഉപദ്രവമായി കാണാത്ത സംഗതികളുണ്ട് നമുക്കിടയിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുത്തുനബി പറയേ, അങ്ങനെ ഏത് തരത്തിലുള്ള ഉപദ്രവമാണെങ്കിലും ആരവന്റെ അയൽക്കാരനെ ഉപദ്രവിക്കുന്നുവോ ഫഖദ് ആദാനി, അവൻ ഉപദ്രവിച്ചത് എന്നെയാണ്. അബൂ റബീനല്ല, സയ്യിദുനാ മുത്തു മുഹമ്മദ് മുസ്തഫ. കഴിയോ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മുത്തുനബി, നമുക്ക് വേണ്ടി നാളെ ശഫാഅത്ത് ചെയ്യുന്ന നമ്മുടെ മുത്തുനബിയെ ഉപദ്രവിക്കാൻ നമുക്ക് കഴിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ലേ? നമ്മുടെ അയൽക്കാരെ ഒരു നിലയ്ക്ക് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, വേദനിപ്പിക്കാൻ പാടില്ല. ആരവന്റെ അയൽക്കാരനെ ഉപദ്രവിച്ചോ അവൻ എന്നെയാ ഉപദ്രവിച്ചത്. അങ്ങനെ ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാലോ, വമൻ ആദാനി, ആരെങ്കിലും എന്നെ ഉപദ്രവിച്ചാൽ ഈ മുഹമ്മദ് നബി അവനോട് പ്രതികാരം ചെയ്യില്ല, പക്ഷെ അവനോട് പകരം ചെയ്യുന്നത് ഫഖദ് ആദല്ലാഹ്, കാരണം അവൻ ഉപദ്രവിച്ചത് എന്നെ ഉപദ്രവിക്കുമ്പോൾ അത് അള്ളാഹനെ ഉപദ്രവിച്ചതാക്കി അള്ള കണക്കാക്കും. പിന്നെ അള്ളയാ ദണ്ഡനം കൊടുക്കുക. താങ്ങാൻ നമ്മൾ കൊണ്ട് കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തൊടേണ്ട നമ്മുടെ അയൽക്കാരെ, വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഏറ്റവും സുന്ദരമായ ബന്ധം 2024 അഭിനവ ലോകത്തിന്റെ മുമ്പിൽ 1% പോലും മൂല്യത്തോടെ കാണാത്ത ബന്ധം, അയൽപക്ക ബന്ധം. മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം. എൻ്റെ കാര്യം കൊണ്ടല്ലല്ലോ ഉസ്താദേ, അതൊക്കെ നമുക്ക് ഇവിടെ പറയാനേ പറ്റൂ. അള്ളാഹുടെ മുമ്പിൽ എത്തുമ്പോൾ നമുക്ക് പറയാൻ സാധ്യമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് എല്ലാ ഭാഗത്തു നിന്ന് ഈ ബന്ധങ്ങളെ ഭദ്രാക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. ഈ ബന്ധത്തിന്റെ വലിപ്പം എത്രയെന്നറിയോ? നമ്മൾ ഈ അയൽക്കാരെ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ അവരെ ശരീരത്ത് പോയി കുത്തുക, അവരെ കൊങ്ങയ്ക്ക് പിടിക്കുക എന്നൊക്കെ നമ്മൾ വിചാരിക്കണം. അത് മാത്രമല്ല, നമ്മുടെ അയൽക്കാരൻ്റെ വീട്ടിൽ, ഞാനും ഒരു അയൽക്കാരനാണ്, എനിക്കുണ്ട് അയൽക്കാർ, നിങ്ങൾക്കുണ്ട് അയൽക്കാർ. എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു കോഴി, സാധാരണഗതിയിൽ നമ്മളെ വീട്ടിലൊക്കെ നടക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ അവിടെ വളർത്തുന്ന ഒരു ആട്,
അല്ലെങ്കിൽ അവിടെ വളർത്തപ്പെടുന്ന ഏതെങ്കിലും ഒരു പക്ഷി അത് പറന്ന് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. വേറെ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ അത് വന്ന് നിൽക്കുമ്പോൾ എൻ്റെ അയൽക്കാരൻ്റെ കോഴിയോ അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ്റെ പൂച്ചയോ കൊടുക്കാൻ ഒരു എറിയെന്നും പറഞ്ഞ് ഒരു എറി കൊടുത്തു. അതിന് നൊന്തു, അതൊന്ന് നിലവിളിച്ചു. ആ നിലവിളി കേട്ടപ്പോൾ അയൽക്കാരന് വേദനിച്ചു. എൻ്റെ ആടിനാണല്ലോ അവൻ അടിച്ചത്, എൻ്റെ കോഴിയാണല്ലോ അവൻ അടിച്ചത്, എൻ്റെ വീട്ടിലെ പൂച്ചയാണല്ലോ അവൾ ഉപദ്രവിച്ചത് എന്ന തരത്തിലൊരു വേദന വന്നാൽ ഫഖദ് ആദല്ലാഹ്, നീ ഉപദ്രവിച്ചത് അല്ലയ്യ. അത് തിരിച്ചും ചിന്തിക്കണം. എൻ്റെ വീട്ടിൽ വളർത്തുന്ന കോഴി അപ്പുറത്തെ പിരടത്തിൽ ഇറങ്ങിയിട്ട് ആ വീട്ടിൽ അവർ കഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടികളോ വല്ല പച്ചക്കറികളോ വല്ല മുളവോ തക്കാളിയോ അത് കൊത്തും, അതിനെ നശിപ്പിക്കും എന്ന് കണ്ടാൽ നമ്മുടെ ജീവിയെ നമ്മൾ അവിടെ വിടാൻ പാടില്ല. അവിടെ വളർത്തപ്പെടുന്ന വല്ല വൃക്ഷ ചെടികളിലോ എൻ്റെ ആട് പോയിട്ട് കടിച്ചതിനെ നശിപ്പിക്കുമെന്ന് കണ്ടാൽ എൻ്റെ ജീവികളെ ഞാൻ അങ്ങനെ സ്വൈരവിഹാരത്തിന് വിടാൻ പാടില്ല. അങ്ങനെ വിട്ടുകൊണ്ട് എൻ്റെ ജീവി അപ്പുറത്തെ പിരയിടത്തിൽ ചെന്ന് എൻ്റെ അയൽക്കാരൻ്റെ ഏതെങ്കിലും ഒരു സസ്യലതാദിയുടെ ചെടിയുടെ തലപ്പിലെങ്ങാനും കടിച്ചിട്ട് അയാളെ വേദനിപ്പിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഫഖദ് ആദല്ലാഹ്, നീ ഉപദ്രവിച്ചത് റബ്ബിനെയാ. അങ്ങനെയും ചിന്തിക്കണം. എൻ്റെ അയൽക്കാരനെ ഉപദ്രവിക്കുന്ന തരത്തിലല്ല എന്നോട് ജീവികളെ വളർത്താൻ എൻ്റെ മുത്തുനബി എന്നെ പഠിപ്പിച്ചത്. ആ രീതിയിൽ എനിക്ക് സംവിധാനങ്ങൾ ഞാൻ തന്നെ ഒരുക്കിക്കൊള്ളണം അതിനെ വളർത്താൻ. വേറെ ശല്യമൊന്നും ഇല്ലെങ്കിൽ അതിനെ നമുക്ക് വിടാം, അവർക്ക് പൊരുത്തമുണ്ടെങ്കിൽ നമുക്ക് വിടാം. ഇല്ലേ, നമ്മൾ ആ ഭാഗമൊക്കെ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ചെറിയ വിഷയമല്ല. ഇല്ലെങ്കിൽ അള്ളാഹുടെ ശാപം പോലും ഇറങ്ങാൻ അത് കാരണവും. നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ വിഷയമല്ല. അതേ യുദ്ധത്തിന് പോകാൻ വേണ്ടി സ്വഹാബത്ത് ഒരുങ്ങി നിൽക്കുന്ന പടയണി പോർമുഖത്താണ്. യുദ്ധത്തിന് പോകാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. തക്ബീർ മുഴക്കത്തോടെ ധാർമ്മികമായ ഇസ്ലാമിക സംസ്ഥാപിത ലക്ഷ്യത്തിന് വേണ്ടി സ്വന്തം ശരീരങ്ങളെ പോർ രണാങ്കണങ്ങളിൽ ശത്രുവിന്റെ കയ്യിലുള്ള മൂർച്ചയുള്ള ഖഡ്ഗങ്ങൾ അന്തരീക്ഷത്തിലൂടെ സീൽക്കാര ശബ്ദത്തിലൂടെ ചുഴറ്റി വീഴുമ്പോൾ അതിന്റെ മുമ്പിൽ സ്വന്തം ശരീരത്തെ തെളിച്ചു നിർത്തിക്കൊണ്ട് ചോരയിട്ട് വീഴുന്ന തരത്തിൽ അറുത്തു മുറിക്ക ശരീരഭാഗങ്ങളിലൂടെ പടച്ച റബ്ബിന്റെ പരിശുദ്ധമായ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനം കൊതിക്കുന്ന ധീര രക്തസാക്ഷികൾ. അത് കൊതിക്കാത്തവരുണ്ടോ? ആ ധാർമ്മികമായ പോർക്കളത്തിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന സ്വഹാബ, ആ സ്വഹാബത്ത് അങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുക. അങ്ങനത്തെ ഒരു സംഭവം ഇന്ന് അറബ് ലോകത്തെ യുവാക്കളുടെ മുഴുവന്റെയും മനസ്സിന്റെ ഉള്ളറയിൽ ധാർമ്മികതയുടെ വലിയൊരു ശബ്ദമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഹമാസിന്റെ പുതിയൊരു നേതാവായിരുന്ന യഹ്യാ സിൻവാർ, ആ നേതാവിന്റെ അവസാന നേരത്തെ അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പ് ഇസ്രായേലിന്റെ ഒളി ഡ്രോണുകൾ ചെന്നിട്ട് ക്യാമറയിലൂടെ അദ്ദേഹത്തെ ഒപ്പിയെടുക്കുമ്പോൾ വലത് കൈത്തലത്തിന്റെ മധ്യഭാഗം വെച്ച് തകർന്നു പോയിട്ട് ആ വേദനയിൽ കുളിച്ചു നിൽക്കുമ്പോഴും ഇടത് കൈയുടെ ഓരത്തിരിക്കുന്ന ചെറിയൊരു വടിയാകുന്ന ആയുധം കയ്യിലെടുത്തുകൊണ്ട് അപ്പോഴും സ്വന്തം ജോഗത്ത് സ്വന്തം ജന്മം നൽകപ്പെട്ട നാട്ടിൽ തനിക്കും തന്നെ പോലെ ജീവിക്കാൻ അർഹതപ്പെട്ട സഹോദരങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശങ്ങളെ അറുത്ത് കളഞ്ഞ രക്തരക്ഷസുകൾക്കെതിരെയുള്ള ധാർമ്മികമായ പോരാട്ടത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആ സുന്ദരമായ വടിയെന്ന് ഒരുപാട് ചെറുപ്പക്കാരിലൂടെ ഹമാസിനെയും അതുപോലെ തന്നെ ഫലസ്തീന്റെയും ഉള്ളിൽ ധാർമ്മികതയുടെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. ഒരുപാട് ചരിത്രം ആ ചുഴറ്റി എറിയപ്പെടുന്ന യഹ്യാ സിൻവാറിന്റെ കയ്യിൽ നിന്ന് നിർഗളിച്ച ആ ഒരു വടി വിളിച്ചു പറയുന്നുണ്ട്. അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പതിറ്റാണ്ടുകളായുള്ള ഈ ജൂത ഇസ്രായേലിന്റെ വേട്ടപ്പട്ടികളുടെ കിരാതമായ അതിക്രമങ്ങളുടെ എത്രത്തോളം ഭീകരമാണ് എന്ന് ഒരു വലിയ ശബ്ദം, ഗൗരവം, സന്ദേശം വിളിച്ചു പറയുന്നുണ്ട് ആ ചുഴറ്റിയെറിച്ചലുകൾ. മാത്രമല്ല, വളർന്നു വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ തകർന്നെറിയപ്പെടുന്ന ബോംബർ വിമാനങ്ങളിൽ നിന്ന് മഴ വർഷിക്കും പോലെ വീണ്ടുകൊണ്ടിരിക്കുന്ന ബോംബുകളുടെ മുമ്പിൽ തകർന്നെറിയുന്ന കെട്ടിടാവശിഷ്ടങ്ങളുടെ അടിയിൽ ഞെരിഞ്ഞമർന്ന് മരിച്ചു വീഴുമ്പോ അവിടെ ഭീരുവായി നിൽക്കലല്ല, ഈ മക്കൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി നിലകൊള്ളണമെന്ന് ആ ഫലസ്തീന്റെ മക്കളോട് വിളിച്ചു പറയുന്ന ആ ധീര പോരാളിയുടെ സുന്ദരമായ ധാർമ്മികമായ പോരാട്ടത്തിന്റെ ഒരു സുന്ദരമായ ശബ്ദം, അതിന്റെ അലയൊലി ഇന്ന് അറബ് ലോകത്തടക്കം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെയും ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് ഇങ്ങനെ തയ്യാറാകണം. നബി തങ്ങൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. യുദ്ധത്തിന് പോകാൻ തയ്യാറായി നിൽക്കിയവര്. ചെറിയ പണിയല്ലത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ് അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. എന്തു
എന്തോരു സ്ഥാനമാണ്. പരിശുദ്ധമായ ധാർമ്മിക സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വീരമൃത്യു വരിക്കേണ്ടി വന്നാൽ കിട്ടുന്ന സ്ഥാനം എത്രയാണ് പ്രിയപ്പെട്ടവരെ. ആ സ്ഥാനം അറിഞ്ഞുകൊണ്ട് സ്വഹാബത്തിൽ നിന്ന് നല്ലൊരു പടയണി അല്ലാഹുവിന്റെ മുത്തുനബിക്ക് വേണ്ടി പോർക്കളത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ആ നിൽക്കുന്നവർ തക്ബീർ മുഴക്കിക്കൊണ്ട് മാനസികമായി തയ്യാറെടുത്ത് നിൽക്കെ അല്ലാഹുവിന്റെ മുത്തുനബി അവരിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് പറഞ്ഞു കൊടുത്ത സ്വഹാബ, ലാ യസ്ഹബനൽ യൗമ മൻ നാദാ ജാറഹു. ഈ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ വ്യക്തിയെ അയാൾ ഇന്ന് ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് വരാൻ പാടില്ല. ഈ കൂട്ടത്തിൽ നിന്ന്, ഈ പടയണയിൽ നിന്ന് ഒരാളെ സംബന്ധിച്ച് എനിക്കിപ്പോ വിവരം കിട്ടിയിട്ടുണ്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന്. ഒരൊറ്റ വ്യക്തി, അയാൾ ഇന്ന് യുദ്ധത്തിന് വരാൻ പാടില്ല. എന്താ അയാളെ പ്രത്യേകത? ഏതോ ഒരു ഭീകരമായ തെറ്റ് ചെയ്തു എന്ന് നമ്മൾ ഭീകരമായി കാണുന്ന തെറ്റ് ചെയ്തു എന്നല്ല. അല്ലാഹുവിന്റെ മുത്തനബി പറഞ്ഞ എന്താണെന്നറിയോ? മൻ ആദാ ജാറഹു. അവൻ ഇന്നത്തെ ദിവസം അവന്റെ അയൽപ്പക്കക്കാരനെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനയുടെ തോത് എത്രയാണെന്ന് ചിന്തിച്ചു. അപ്പൊ പിന്നെ നമ്മൾ നമ്മുടെ അയൽക്കാരെ വേദനിപ്പിക്കുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കും. നബി തങ്ങൾ പറയാണ്, അവൻ ഇന്നത്തെ ദിവസം അവന്റെ അയൽപ്പക്കക്കാരനെ വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ചവൻ ഇന്ന് യുദ്ധത്തിന് വരാൻ പാടില്ല. അവൻ വന്നാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അപ്പൊ അയൽപക്കക്കാരനെ വേദനിപ്പിച്ച് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടൂല. നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വീടുകളിലോ കുടുംബത്തിലോ കിട്ടൂല. അതല്ല ഈ പറയണതിന്റെ ആശയം. അള്ളാഹുടെ മുത്തുനബി പറയാ, അയൽപക്കക്കാരനെ വേദനിപ്പിച്ചവൻ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവൻ ഇന്ന് നമ്മളോടൊപ്പം യുദ്ധത്തിന് വരരുത്, അള്ളാഹുടെ സഹായം ഉണ്ടാവൂല. സ്വഹാബത്താകെ വേദനിച്ചു. അത് ഇട്ട വലിയ സൗണ്ടാ. കുഴപ്പമില്ല, വലിയ ചൂടില്ല. പിന്നെ ഈ ഇങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു ചെറിയ വിയർപ്പേ ഉള്ളൂ, അത് മാറും. എന്നാലും ഈ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അപ്പോ മുത്തുനബി പറയെ അള്ളാഹുടെ സഹായം ഉണ്ടാവില്ല, അവൻ വന്ന അതുകൊണ്ട് മാറിപ്പോണം, അവനിവിടെ നിൽക്കാൻ പാടില്ല. സ്വഹാബത്ത് പരസ്പരം ചോദിച്ചു, നീയാണോ? ഇല്ല, ഞാൻ ഇന്നലെ എൻ്റെ അയൽക്കാരനെ കണ്ട് സലാം പറഞ്ഞതാ. മറ്റേയാൾ പറഞ്ഞു, ഞാൻ ഇന്നും എൻ്റെ അയൽക്കാരനെ കണ്ടതാ. വേണ്ട, അത് ഭയങ്കര സൗണ്ടാവും. വേണ്ട ഇരുന്നോട്ടെ, കുഴപ്പമില്ല, ഞാൻ ആവശ്യം വന്നാൽ പറയാം. അപ്പം അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല, ആരും ഉപദ്രവിച്ചിട്ടില്ല. എല്ലാവരും അങ്ങനെ മാറേ. അല്ലാ, പെട്ടെന്ന് ആ കൂട്ടത്തിൽ നിന്നൊരു യുവാവ് എഴുന്നേക്കുന്നു. ഫഖാല റജുലുൻ മിനൽ ഖൗമി, അവരെ കൂട്ടത്തിൽ നിന്നൊരു യുവാവ് എഴുന്നേക്കുന്നു. എന്നിട്ട് മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിലെത്തുന്നു. എന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു, യാ നബി അല്ലാഹുടെ മുത്തുനബിയേ, ഇത് ഇത്ര വലിയ ഗൗരവമാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ചിന്തിച്ചില്ല. ഞാൻ എൻ്റെ അയൽക്കാരെ ഇന്ന് വേദനിപ്പിച്ച ഒരു പണിയെടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ അയൽക്കാർ അതിൻ്റെ പേരിൽ വേദനിക്കുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്താണ് അവരോട് ചെയ്തതെന്നറിയുമോ? അനബുൽതു ഫീ അസ്ലിഹാ ഇത്ജാരി. ഇന്ന് രാവിലെ എഴുന്നേറ്റതിന് ശേഷം എനിക്ക് മൂത്രമൊഴിക്കാനുള്ള അസഖ്യമായ വ്യഗ്രത എൻ്റെ ശരീരത്തിൽ നിന്ന് അനുഭവപ്പെട്ടു. ആ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശരീരം ഇങ്ങനെ വ്യഗ്രത കാണിക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് എൻ്റെ അയൽവാസിയുടെ മറയുണ്ടായിരുന്നു. ആ മറയുടെ പിന്നിലേക്ക് ഞാൻ ചെല്ലുന്നു. അവിടെ ഇരുന്ന് മൂത്രമൊഴിച്ചു. നബിയേ, ഇത് മഹാപാതകമാണെന്ന് ഞാൻ ചിന്തിച്ചില്ല. എൻ്റെ അയൽക്കാരെ വേദനിപ്പിക്കുന്ന കുറ്റമാണെന്ന് ഞാൻ ചിന്തിച്ചില്ല എന്ന് ഈ സ്വഹാബി മുത്തുനബിയോട് പറഞ്ഞു തീർന്ന ഉടനെ അല്ലാഹുവിന്റെ മുത്തുനബി അദ്ദേഹത്തെ നോക്കുന്നു. എന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, ലാ തസ്ഹബിനൽ യൗമ, ഇന്ന് ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് നീ വരല്ല. അത് തന്നെയാണടാ എനിക്ക് വിവരം കിട്ടിയത്. അയൽവാസിയെ വേദനിപ്പിച്ചവൻ നീയാണ്. കാരണം നിന്റെ കണ്ണിൽ അതൊരു ചെറിയ പ്രശ്നമായിരുന്നു, പക്ഷേ നിന്റെ അയൽക്കാരെ അത് വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. അയൽക്കാരെ വേദനിപ്പിച്ചവനായി നീ ഞങ്ങളോടൊപ്പം പോർക്കളത്തിലെത്തിയാൽ അല്ലാഹുവിന്റെ സഹായമുണ്ടാകില്ല. അതുകൊണ്ട് യുദ്ധത്തിന് വരല്ല. അല്ലാഹുവിന്റെ മുത്തുനബി മാറ്റി നിർത്തുന്നു. വജഅഫറുല്ലദീ യുഹീ വയുംസീ يطير مع الملائكة بن أمي.
മദീന പള്ളിയുടെ ഓരത്തുകൂടി അന്തരീക്ഷത്തിലൂടെ ചിറകടിച്ചുകൊണ്ട് പറക്കുന്ന ഒരു കൂട്ടം പറവുകളെ നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ മുത്തുനബി ഒരിക്കൽ പറഞ്ഞു, കണ്ടോ സ്വഹാബ, ഈ പറക്കുന്ന പറവകളെ പോലെ മൂത്തത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് വീരമൃത്യു വരിച്ച് ഷഹീദായ എന്റെ ജഅഫറില്ലേ, ആ ജഅഫർ സ്വർഗത്തിലൂടെ പറക്കുന്നുണ്ട് സ്വഹാബ എന്ന് മുത്തുനബി പറഞ്ഞ സുന്ദരമായ വാക്ക് കേട്ടുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ കവിതാ ശകലങ്ങളായി കേട്ടത്. ഞാൻ ആരെന്നറിയുമോ കൂട്ടരെ? മൂത്തത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണ് ഷഹീദായ ജഅഫറിന്റെ സഹോദരനാ ഞാൻ. ആരാണ് എന്റെ ജഅഫർ എന്നറിയുമോ? സ്വർഗത്തിൽ പച്ചപ്പക്ഷികളുടെ ഉള്ളറയിൽ അയാൾ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ട തരത്തിൽ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ സൗരഭ്യം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലൂടെ പറക്കുന്നുണ്ട് സ്വഹാബ. അതാണ് എന്റെ ജഅഫർ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ ആ ഉയർന്ന സ്ഥാനമാണ് രണാങ്കണത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് അല്ലാഹു ഒരുക്കിയിരിക്കുന്നതെങ്കിൽ ആ പുണ്യമായ കർമ്മത്തിന്റെ തയ്യാറെടുത്ത സ്വഹാബിയോട് പോലും അല്ലാഹുവിന്റെ മുത്തുനബി ആ അയൽക്കാരന്റെ വീട്ടിന്റെ ഓരത്തൊന്ന് മൂത്രമൊഴിച്ചിട്ട് ആ അയൽക്കാരനെ വേദനിപ്പിച്ചതിന്റെ പേരിൽ നിനക്ക് അർഹതയില്ല, നീ വന്നാൾ അല്ലാഹുവിന്റെ സഹായം കിട്ടില്ലെന്ന് വന്നേക്കാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയെങ്കിൽ എൻ്റെ ഉമ്മ, അയൽപക്കത്ത് ബന്ധത്തിന്റെ വലിപ്പം എത്രയാണുമ്മ? എൻ്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളെ, അയൽപക്കത്തെ രഹസ്യങ്ങളിലേക്ക് നിന്റെ കണ്ണിനെ നീ ചൂഴ്ത്തിവിടല്ല. അവിടെ എന്ത് നടക്കുന്നുവെന്ന് അന്വേഷിക്കല്ല. അവിടത്തെ വിവരങ്ങൾ അറിയാൻ അപ്പുറവും ഇപ്പുറവും നീ പരതി നടക്കല്ല. എൻ്റെ പൊന്നുമോള് അങ്ങനെയാണ് എന്നല്ല, വേണ്ട മോളെ, നീ അറിയാതെ പിശാച് നിന്നെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നിന്റെ അയൽപക്കക്കാരോടുള്ള ഈർഷ്യത നിന്റെ മനസ്സിനകത്ത് നിറയ്ക്കലാണ്. വേണ്ട സഹോദരാ, കടകളിലും കമ്പോളങ്ങളിലും പള്ളിയുടെ ഓരങ്ങളിലും ഉസ്താദുമാരെ ചെവികളിലും ചെന്നിട്ട് അറിഞ്ഞോ വിവരമെന്ന് പറഞ്ഞ് സ്വന്തം അയൽവാസിയുടെ വീട്ടിലെ ദുരിതങ്ങളോ അവരെ വീട്ടിലെ കുടുംബ കലഹങ്ങളും ചെന്ന് പറഞ്ഞ് അവരെ അഭിമാനത്തിന്റെ ക്ഷതമേൽപ്പിക്കല്ല. എങ്കിൽ നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, നിന്റെ നോമ്പ് അല്ലാഹുക്ക് വേണ്ട, നിന്റെ പാതിരാത്രിയിലെ കണ്ണുനീര് അല്ലാഹുക്ക് വേണ്ട മോളെ. നിന്റെ പകലന്തിയോളമുള്ള സുന്നത്ത് നോമ്പിന്റെ വിശപ്പുകളെ അല്ലാഹു തിരിഞ്ഞു നോക്കില്ല ഉമ്മ. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. قرآن الأمر الجليل عز وجل. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഇതാണ് മുത്തുനബി പഠിപ്പിക്കുന്ന മുസ്ലിം. അവന്റെ അയൽവക്കത്ത് താമസിക്കുന്നവരാരാണെങ്കിലും, അതേത് മതക്കാരനാണെങ്കിലും, അവന്റെ വിശപ്പ് നീ തിരിച്ചറിയണം, അവന്റെ ദാരിദ്ര്യം നീ തിരിച്ചറിയണം, അവന്റെ കഷ്ടപ്പാട് നീ തിരിച്ചറിയണം. അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നുമ്പോൾ സാന്ത്വനത്തിന്റെ ചേർത്ത് പിടിക്കലുകൾ നിന്നിൽ നിന്ന് വേണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന അയൽപ്പക്കക്കാരൻ. അവനാണ് സ്വർഗം, അവനാണ് സ്വർഗം. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി വന്നു. എന്നിട്ട് ആ സ്വഹാബി നബി തങ്ങളോട് ചോദിക്കെ, ഒരു സൂത്രവാക്യം ചോദിക്കെ. ഒറ്റ വാക്കിൽ ഒരു ഉത്തരം ചോദിച്ചുകൊണ്ട് നബിയുടെ മുമ്പിലെത്തി. എന്നിട്ട് നബിയോട് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയാം, നബി തങ്ങളോട് ചോദിച്ച് നബിയുടെ വാവിൽ നിന്ന് ആ ഉത്തരം കിട്ടിയാൽ അത് മതി എനിക്ക് ജീവിക്കാൻ എന്ന് കൊതിച്ചുകൊണ്ട് നബിയുടെ മുമ്പിലെത്തി ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയെ ദുല്ലനി, അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം, അലാ അമലിൻ, ഒരു നല്ല അമല്, ഒരു നല്ല ഇബാദത്ത് അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം. എന്താണ് അമലിന്റെ പ്രത്യേകത? അമിൽതുഹു, ആ ഒരൊറ്റ അമലേ ഞാൻ ചെയ്യൂ, വേറൊന്നും ഉണ്ടാവൂല. നിർബന്ധമായ നിസ്കാരം ഉണ്ടാവും, നിർബന്ധമായ നോമ്പ് വന്നാൽ അതുണ്ടാവും. അതിനപ്പുറം വലിയ അമലിന്റെ പൊടിപ്പും തൊങ്ങലൊന്നും പറയാനുണ്ടാവൂല. അങ്ങ് ഈ പറഞ്ഞു തരുന്ന ഒരൊറ്റ അമല്, അത് മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ആ അമല് കൊണ്ട് ദഖലൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടണം. അതാ ചോദ്യം. ആ ഒരൊറ്റ അമല് കൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം. അങ്ങനത്തെ ഒരു അമൽ അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. നബി തങ്ങളുടെ മുമ്പിൽ എത്തി ചോദിക്കും എന്ന് പറഞ്ഞാൽ, വലിയ അമൽ എന്നുള്ള ചിലപ്പോൾ ശാരീരികമായി കഴിവ് കാണൂല, രോഗിയായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം.
അല്ല മടിയൊന്നുമല്ല, സ്വഹാബത്തിനടുത്ത് മടിയാ. ഇതിലാ ദലീല അലത്തൊരീഖി ഇലൽ ഇലാഹ് ഇല്ലാ മുതാബഅത്തുർ റസൂലിൽ മുക്മിലാ ഫി ഹാലിഹി വഫഅലിഹി വമഖാലിഹി വതതബ്ബഅന്ന وتابعا لا تعدلا. അപ്പൊ ആ സ്വഹാബി നബി തങ്ങളോട് വന്നിട്ട് ചോദിക്കുക, ഒരൊറ്റ അമൽ എനിക്ക് പറഞ്ഞു തരണം, ആ അമൽ ഞാൻ ജീവിതമാക്കി അതിലൂടെ ഞാൻ സ്വർഗത്തിലെത്തും, അങ്ങനത്തെ ഒരു നല്ല അമൽ പറഞ്ഞു തരണം. അള്ളാഹുടെ മുത്തുനബി മറുപടി കൊടുത്തു, എന്താണെന്നറിയോ, നമുക്കും അത് ചെയ്താൽ മതി സ്വർഗത്തിലെത്താം. കുൻ മുഹ്സിന, നീ നന്മയുള്ളവനാകണം, നീ ഉപകാരമുള്ളവനാകണം, നീ സഹായിയാകണം. അപ്പോൾ ഞാൻ സ്വഹാബി നബിയോട് തിരിച്ചു ചോദിച്ചു, കൈഫ അലമു അന്നി മുഹ്സിനുൻ, ഞാനൊരു നന്മയുള്ളവനാണ്, ഞാനൊരു നല്ലവനാണ് എന്നെങ്ങനെ എനിക്കറിയാൻ കഴിയും? എനിക്കത് അറിയണമല്ലോ. ഞാൻ നല്ലവനാണെന്ന് ഞാൻ സ്വയം വിലയിരുത്തിയാൽ ഞാൻ തന്നെ വിഡ്ഢിയല്ലേ? അതല്ല, അത് വിലയിരുത്താൻ പറ്റിയവരാരെങ്കിലും ഞാൻ നല്ലവനാണെന്ന് പറഞ്ഞു തരണം. അങ്ങ് പറഞ്ഞത് ഞാൻ നന്മയുള്ളവനാണെങ്കിൽ സ്വർഗത്തിലെത്തുന്നാണ്. എങ്കിൽ ആ നന്മയുള്ളവനാണെന്ന് ഞാൻ എങ്ങനെ അറിയാം? അള്ളാഹുടെ മുത്തുനബി അതിനോടുത്ത മറുപടി എന്താണെന്നറിയോ? സൽജീറാനക്ക, നിന്റെ അയൽപ്പക്കക്കാരുണ്ടോ നിനക്ക്? ആണ്ട്, അയൽപ്പക്കക്കാരുണ്ട്. എങ്കിൽ അവരോട് ചോദിക്കും. നീ നേരിട്ട് പോകണ്ട. നേരിട്ട് പോയാൽ അവർ ചിലപ്പോൾ മറച്ചു വെച്ചിട്ട് ചിലപ്പോൾ നിൽക്ക കള്ളിയില്ലാതെ പലതും പറയും. അതൊന്നുമില്ലാതെ ഇതൊന്നും അറിയാത്ത ഒരാളിനെ അവരിലേക്ക് വിട്ടിട്ട് നീ ചോദിക്കണം, നിങ്ങൾ അപ്പുറത്ത് താമസിക്കുന്ന അയൽക്കാരനില്ലേ അബൂബക്കർ അല്ലെങ്കിൽ തോഹ അല്ലെങ്കിൽ തൊൽഹത്ത് ഏതോ ആയിക്കോട്ടെ, അയാൾ ആളെങ്ങനെയെന്ന് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോ ആ ചോദിക്കപ്പെടുന്ന അയൽക്കാർ അങ്ങനത്തെ നല്ല അയൽക്കാരായിരിക്കണം. അവർ നല്ല നിഷ്കളങ്കരാണ്, അവർ ഉള്ളതുപോലെ പറയുന്നവരാണ്. അല്ലാതെ ഏത് നന്മയും കണ്ടില്ലെന്ന് അടിക്കുന്ന വെറും നന്ദികേട് മാത്രം കാണിക്കുന്ന ചില അയൽപ്പക്കക്കാരുണ്ട്. അങ്ങനെ അവരിത് എല്ലാം നല്ലതാക്കി തന്നെ കാണുന്ന അയൽക്കാർ ഉള്ളതുപോലെ പറയുന്നു. അപ്പൊ അവരോട് ചെന്നിട്ട് ചോദിക്കണം, നിന്റെ അയൽക്കാരൻ എങ്ങനെയാണെന്ന് നീ ഒന്ന് ചോദിച്ചോക്ക്. നിന്റെ അയൽക്കാർക്ക് മുഴുവനും നിന്നെ കുറിച്ച് പറയാനുള്ളത് അന്നക മുഹ്സിനുൻ, നീ നല്ലവനാണ്. ഇന്നക മുഹ്സിനുൻ, നീ നല്ലവനാണ്, നീ നന്മയുള്ളവനാണ്, ഞങ്ങളെ നല്ല അയൽക്കാരനാണ്, ഞങ്ങളെ കണ്ടാൽ സലാം പറയുന്നു, ഞങ്ങളെ വീട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നു, ഞങ്ങൾക്കൊരാവശ്യം വന്നാൽ ഓടിയെടുക്കുന്നു, ഞങ്ങളൊന്ന് ഗർവ് കാണിച്ചാൽ പോലും ഒരു ഗർവുമില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് വരുന്നു, ഞങ്ങളെ ക്ഷേമം അന്വേഷിക്കുന്നു, ഞങ്ങൾക്ക് മരുന്നിന് ആവശ്യം വരുമ്പോ മരുന്ന് പോലും വാങ്ങിക്കൊണ്ട് തരുന്നു. ഇങ്ങനത്തെ നല്ല അയൽക്കാരനാണ് ഞങ്ങളെ അയൽപക്കക്കാരൻ. എന്താ നിന്റെ അയൽക്കാർക്ക് മുഴുവനും നിന്നെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ ഫഇന്നക മുഹ്സിനുൻ, നീ നല്ലവനാണ്, നീ അല്ലാഹുവിന്റെ മുമ്പിൽ നന്മയുള്ളവനാണ്, നിനക്ക് സ്വർഗം എളുപ്പമാണ്. അതേ സമയത്ത് ഇൻകാലൂ, നിന്റെ അയൽക്കാർക്ക് നിന്നെ കുറിച്ച് പറയാറുള്ളത് ഇന്നക മുസീഉൻ, നല്ല വർത്തമാനമല്ല, അവൻ നല്ലവനല്ല, അവൻ നിസ്കരിക്കാറുണ്ട്, അവൻ ഇബാദത്ത് എടുക്കാറുണ്ട്, അവൻ വഅദ് പറയാറുണ്ട്, അവൻ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, പക്ഷേ അവൻ ഞങ്ങളെ ഉപദ്രവിക്കുന്നവനാണ്, ഞങ്ങളെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കുന്നവളാണ്, ഈ വീട്ടിലെ രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവളാണ്. നല്ല വർത്തമാനം നിന്നെ കുറിച്ച് പറയാൻ അവർക്ക് കഴിയുന്നില്ല. അത്തരത്തിലാണ് നിന്റെ അയൽക്കാരോടുള്ള നിന്റെ പെരുമാറ്റത്തിന്റെ ദൂഷ്യതയെങ്കിൽ ഫഇന്നക മുസീ, അല്ലാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനല്ല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ സ്വർഗം നീ കൊതിക്കണ്ട. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ബന്ധം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അയൽപ്പക്ക ബന്ധം വിശദീകരിച്ചിരിക്കാൻ നേരെയില്ല. രക്തബന്ധത്തിലേക്ക് പോകണം. സമയം ഏകദേശം പകുതി കഴിഞ്ഞു. ദേ, ആ അയൽക്കാരോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഉദാഹരണം കാണണോ നിങ്ങൾക്ക്? ചരിത്രം പഠിപ്പിക്കുന്ന ഒരു വലിയ മഹാനുണ്ട്, സഹ്ലു ബിൻ അബ്ദുല്ലാഹി ദുസ്സുരി റളിയല്ലാഹു അൻഹു. ഇത് ചെറിയ ആളല്ല, വലിയ ആളെന്ന് ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിവരിക്കാനുള്ള കാരണം, ഇനി പറയാൻ പോകുന്ന അയൽവക്ക ബന്ധത്തിന്റെ നൈർമല്യത എത്ര വലുതെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഇത് ചെറിയ ആളല്ല. അസ്ബഹ മിൻ കിബാരിൽ ആരിഫീൻ,
അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ട് ദാഹിച്ച് ജീവിക്കുന്ന ആരിഫീങ്ങൾ എന്ന മഹത്തുക്കളുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മഹാനായ സയ്യിദുന സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരി എന്ന് ലോകത്തെ പഠിപ്പിച്ചത് മഹാനായ ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ ഒരു വലിയ മഹാനായ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി ദുസ്തുരി ചെറിയ ആളല്ല, ആരിഫീങ്ങളുടെ നേതാവാണ്. ഈ ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറയാം. ആലിമും സാധാരണക്കാരനും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാധാരണക്കാരനായ ഒരു ആബിദ്, ഒരു ആലിം, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഈ ആബിദ് 1000 റക്അത്ത് നിസ്കരിച്ചാല് ഈ ആലിമിന്റെ ഒരു റക്അത്തിന്റെ സ്ഥാനത്തെത്തും. അതാണ് ആലിമിന്റെ പ്രത്യേകത. ഈ ആലിം ഒരു റക്അത്ത് നിസ്കരിച്ചു. ഈ സാധാരണക്കാരനായ ആബിദ്, അയാൾ ആലിമല്ല, അയാൾ 1000 റക്അത്ത് നിസ്കരിച്ചാല് ഈ ആലിമിന്റെ ഒരു റക്അത്തിന്റെ സ്ഥാനത്തെത്തും. അതാണ് ആലിമും സാധാരണക്കാരൻ. ഈ ആലിം 1000 റക്അത്ത് നിസ്കരിച്ചാലേ ഈ ആരിഫിന്റെ ഒരു റക്അത്തിന്റെ സ്ഥാനത്തെത്തും. അതാണ് ഈ ആരിഫ്. നമ്മൾ പറയുന്ന വലിയ അല്ലാഹനെ അറിഞ്ഞ മഹത്തുക്കൾ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവരുടെ ലക്ഷ്യമേ അല്ലാഹ്, അവരെ മോഹമേ അല്ലാഹ്, അവരെ ദാഹമേ അല്ലാഹ്, അവരെ രാത്രികളെ അല്ലാഹ്, അവരെ പകലുകളെ അല്ലാഹ്, അവരെ വികാരമേ അല്ലാഹ്, അവരെ വിചാരമേ അല്ലാഹ്. ജമാലുക ഫീ ഐനി വഹുബ്ബുക ഫീ ഖൽബി വദിക്റുക ഫീ ഫമി ഫൈന തഗീബു. ഈ ആരിഫീങ്ങളുടെ പ്രേമകാവ്യമാണ് സഹോദര. ഈ ആരിഫീങ്ങളുടെ റബ്ബാകുന്ന പ്രേമവാചനത്തോടുള്ള പ്രണയത്തിന്റെ വാക്കുകളാണ് എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഈ വരികൾ. അങ്ങനത്തെ 100 കണക്കിന് വരികളുണ്ട്. പടച്ചവനെ, എൻ്റെ കണ്ണിൽ കാണുന്ന സൗന്ദര്യം മുഴുവനും നിന്റെതാ. ഈ ഭൂമിയിൽ ഏത് കാഴ്ച കാണുന്നുവോ അതിലൂടെ ഞാൻ കാണുന്നത് നിന്റെ സൗന്ദര്യമാ. ഈ ഭൂമിയിൽ എന്തൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടോ അതിലൂടെ ഞാൻ അറിയുന്നത് മുഴുവനും നിന്നെയാ. ഞാൻ കേൾക്കുന്നത് മുഴുവനും നിന്നെയാ. എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത് മുഴുവനും നിന്നെയാ. ഒരു നേരത്തെ ഭക്ഷണം ഇറങ്ങണമെങ്കിൽ എനിക്ക് നിന്റെ ഓർമ്മ വേണമല്ല. ഒരു തുള്ളി വെള്ളം എൻ്റെ ഉള്ളിൽ ഇറങ്ങണമെങ്കിൽ നിന്റെ ഓർമ്മ എനിക്ക് വേണമല്ല. രാത്രികളുടെ ഇരുളുകളെ ഞാൻ കൊതിച്ചു പോകാറുണ്ട്. കാരണം എന്തെന്നറിയുമോ? സമകാലിക ലോകമായി ഇരുള പുതച്ച് കിടക്കുമ്പോ, സമശീർഷ ലോകമായി ഇരുള പുതച്ചുറങ്ങുമ്പോ എൻ്റെ കൽബ് ദാഹിക്കുന്നത് നിന്നെ പ്രണയിക്കാനാ. എൻ്റെ മനസ്സ് മുഴുവനും നിന്നിലാ. നിന്നെ അറിയണമല്ല, നിന്നിൽ അലിയണമല്ല, നിന്നെ സ്നേഹിക്കണമല്ല, നിന്നെ അറിയണമല്ല. അതിനല്ലേ ഈ ആയുസ് ഞാൻ ചോദിക്കുന്നത്, അതിനല്ലേ ഈ ആയുസ് നീ നീട്ടിത്തരാ ഞാൻ കൊതിക്കുന്നത്. എൻ്റെ കൈകളെങ്ങാനും പിൻവലിച്ചിട്ട് ഈ കൈകൾക്ക് പകരം നീ ചിറകുകളെങ്ങാനും മുളപ്പിച്ചു തന്നിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ പറക്കുമായിരുന്നു. എൻ്റെ മണ്ണിനോട് സലാം പറഞ്ഞ്, എൻ്റെ വിണ്ണിനോട് സലാം പറഞ്ഞ്, എപ്പോഴേ ബഹറുന്നൂർ എന്ന ലോകം കഴിഞ്ഞ്, നാസൂത്ത് കഴിഞ്ഞ്, ജബറൂത്ത് കഴിഞ്ഞ്, മലക്കൂത്ത് കഴിഞ്ഞ് എപ്പോഴേ നിന്റെ സന്നിധാനത്തിലേക്ക് പറന്നെത്തുമായിരുന്നു. അതിന് മാത്രം നിനക്ക് വേണ്ടി ദാഹിക്കുകയാണ് ഞാൻ റബ്ബേ. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്ന് വരുന്ന വീഴ്ചകളുടെ പേരിൽ എന്നോട് പിണങ്ങരുതേ അല്ലാ, എന്നെ വെറുക്കരുതേ അല്ലാ, എന്നെ അകറ്റരുതേ അല്ലാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതാണ് ഈ പറഞ്ഞവരുടെ മനസ്സ്. ആരിഫ് ഇതാണ്. അവർക്ക് വേറെ ഒരു ചിന്തയില്ല. അവർക്ക് ഈ ഒരൊറ്റ എന്ന് വിചാരിച്ച് ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല എന്നല്ല. ഭാര്യയെ സ്നേഹിക്കുന്നതും അല്ലാഹ്, ഭർത്താവിനെ സ്നേഹിക്കുന്നതും അല്ലാഹ്, മക്കൾക്ക് ജോലി ചെയ്യുന്നതും അല്ലാഹ്. ആരിൽ നിന്ന് എന്ത് വിവരക്കേട് വന്നാലും അതൊക്കെ സഹിക്കാൻ മാത്രമുള്ള മനസ്സിന്റെ വിശാലത അല്ലാഹുവിന്റെ ദിക്റുകളിലൂടെ, ഓർമ്മകളിലൂടെ അവരെ മനസ്സിന് അല്ലാഹു നൽകിയിട്ടുള്ള വല്ലാത്തൊരു മനസ്സ്. അതൊരു ചെറിയ ജീവിതമല്ല, ഒരു വല്ലാത്ത അനുഭൂതിയാണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ദുആ ചെയ്യാം, ഇത് പറയാം എന്നതിനപ്പുറം ഒന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അതൊരു ലോകമാണ്. അള്ളാഹ്ക്ക് വേണ്ടി എന്തും അവർ സഹിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ അനുഭവിക്കുന്ന വേദനകൾ പോലും അവർ ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യും.
അവർക്ക് ശത്രുക്കളില്ല, അവർക്ക് വെറുപ്പുകളില്ല, അവർക്ക് അവജ്ഞകളില്ല. എൻ്റെ റബ്ബിന്റെ പടപ്പുകളാണിതെല്ലാം. അവരിൽ നിന്ന് വരുന്ന ഏത് ഉപദ്രവങ്ങളിലും ഒരു കുഴപ്പമില്ല, ഉപദ്രവിക്കുമ്പോഴും അല്ലാഹ് ഇവർക്ക് മാപ്പ് കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മനസ്സ്. ലൈസാ കസ്ബി മിനൽ ജീനാനി നഈമാ غير أني أريد هذه أراك ليس كسبي من الجنان نعيما غير أني أريد هذه أراك. ഈ വാക്കിൻ്റെയൊക്കെ സാരറിയോ? അതിവിടെ പറഞ്ഞാൽ പറ്റൂല, നമ്മളെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അത് ഔലിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ പറഞ്ഞു വരുന്ന വിഷയമാണ്. എന്താവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരിഫീങ്ങൾ, ആ ആരിഫീങ്ങളുടെ മഹോന്നതമായ നേതാക്കളിൽ ഒരാളാണ് ഈ പറയുന്ന സഹ്ലു ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി. അപ്പോൾ ദിനേന ഔലിയാക്കൾ അവരുടെ വീട്ടിൽ 100 കണക്കിന് വരാറുണ്ട്. എന്തിന്? അവരിൽ നിന്ന് ഈ ആത്മീയ ജ്ഞാനം കരസ്ഥമാക്കാനും അവരിൽ നിന്ന് ആത്മീയ സംസ്കരണങ്ങളിലൂടെ അവരുടെ റൂഹുകളെ റബ്ബിലേക്ക് എത്തിപ്പിക്കാനും വേണ്ടിയിട്ട് 100 കണക്കിന് ഔലിയാക്കന്മാർ ദിനേന മഹാരുടെ വീട്ടിൽ വരുന്ന വലിയ സ്ഥാനത്തുള്ള മഹാനാണ്. പക്ഷെ ആർക്കും അറിയാത്തൊരു രഹസ്യമുണ്ട്. ഈ മഹാന്റെ ഈ സ്ഥാനം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആര് വന്നാലും ഏത് മുതലാളി വന്നാലും ആ മഹാന്റെ മുമ്പിൽ ഒന്ന് തല താഴ്ത്തി കൊടുക്കും. അത്ര വലിയ സ്ഥാനമുണ്ട് ഈ മഹാന്. പക്ഷെ ആ മഹാൻ വീട്ടിൽ വർഷങ്ങളോളം ചെയ്തിരുന്ന ഒരു പ്രയത്നം അതാർക്കും അറിയില്ല, ഭാര്യയ്ക്കും അറിയില്ല, മക്കൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. അവസാനം സഹ്ലു ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി എന്ന മഹാന് രോഗം ബാധിച്ചു, മരണത്തിന്റെ രോഗം. കഴിഞ്ഞ വർഷം നമ്മൾ മരണമാണ് ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ആ മരണത്തിന്റെ രോഗം ബാധിച്ചു. ആ രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ മഹാൻ പെട്ടെന്ന് തന്റെ പ്രിയപ്പെട്ട മോനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, എന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ജൂതനില്ലേ, മുസ്ലിമും അല്ല, ജൂതനാണ്, മറ്റൊരു മതവിശ്വാസിയാണ്, അയാളെങ്ങ് വിളിച്ചോണ്ട് വാ, വാപ്പ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഈ ആളിന്റെ സ്ഥാനം ഒന്ന് ആലോചിച്ചൊക്കെ, എത്ര വലിയ സ്ഥാനത്തുള്ള മഹാനാണെന്ന്. എന്നിട്ട് പറയാ, എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന നമ്മൾ ആ ജൂതനിലെ അയൽപക്കക്കാരൻ, അയാളെഞ്ഞ് വിളിച്ചോണ്ട് വാ. നേരെ പോയിട്ട് പറഞ്ഞു, വാപ്പാക്ക് തീരെ സുഖമില്ല, നിങ്ങളെ കാണണമെന്ന് വാപ്പ പറയേ. ആ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് അയാൾ തയ്യാറായി, നല്ല അയൽക്കാരനാണ്, ഓടി വന്നു വാപ്പാന്റെ അടുത്തെത്തി. സഹ്ലു ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി തങ്ങൾക്ക് ഇങ്ങനെ ശ്വാസം വലിക്കാനും വിടാനുള്ള പ്രയാസത്തിൽ ഇങ്ങനെ കിടക്കെ കണ്ണുറന്ന് നോക്കുമ്പോൾ ഈ മോൻ പറഞ്ഞു, വാപ്പാ ദേ അയൽക്കാരൻ വന്നതായി ഇവിടെ നിൽക്കുന്നുണ്ട്, ആ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. വലിയ ഭവ്യതയോടെ അടുത്തേക്ക് വന്നേന്നു. നിന്നുടനെ ഈ മോൻ്റെ അടുത്ത് വാപ്പ പറഞ്ഞു, മോനെ നീ അങ്ങ് പുറത്ത് വയ്ക്കോ, എനിക്ക് എൻ്റെ അയൽക്കാരനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി, നീ കേൾക്കണ്ട, പുറത്തു പോകാൻ പറഞ്ഞു. അയൽവക്ക ബന്ധം. നേരെ പുറത്താക്കി. എന്നിട്ട് ഈ അയൽക്കാരനോട് ചോദിച്ചു, എൻ്റെ മോൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ നോക്ക്. ഇല്ല, കേൾക്കുന്നില്ല, എല്ലാം പുറത്തു പോയി തങ്ങളെ. എങ്കിങ് അടുത്തേക്ക് വാ. അടുത്തേക്ക് വന്നു. പറഞ്ഞു, എൻ്റെ സഹോദര, നിങ്ങൾ എൻ്റെ അയൽക്കാരനാണ്. ഞാനൊരു പക്ഷേ ഈ രോഗത്തിൽ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ ആ പ്രശ്നം വീണ്ടും എൻ്റെ പുരയിടത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് കാരണം എൻ്റെ ഭാര്യയോ എൻ്റെ മുതിർന്ന മക്കളോ നിങ്ങളോട് കയർക്കാനും നിങ്ങൾ ശത്രുക്കളാകാനും കാരണമാകും. അതൊരു വലിയ തെറ്റായി പോകും. അതുകൊണ്ട് മാത്രം പറയണം. തങ്ങളെ അങ്ങെന്താ പറയണമെന്ന് മനസ്സിലാവില്ല. പറഞ്ഞു കൊടുത്തു, നിങ്ങളെ വീട്ടിൽ നിങ്ങളും നിങ്ങളെ കുടുംബമൊക്കെ ഉപയോഗിക്കുന്ന ഈ വിസർജ്യത്തിന് ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഇല്ലേ? ഉണ്ട്. ആ ടോയ്ലറ്റിന് അത് ഒഴുകിപ്പോകാൻ, നിങ്ങൾ വേസ്റ്റ് പോകാൻ, ആ കുഴിയിലേക്ക് പോകാൻ വേണ്ടി വെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു കുടലില്ലേ, കുടലാകാം, ഒരു വഴിയില്ലേ വേസ്റ്റ് പോകുന്ന വഴി, അത് വർഷങ്ങൾക്ക് മുമ്പേ പൊട്ടി തകർന്നു. നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടില്ല. അത് പൊട്ടിയിട്ട് ആ വേസ്റ്റ് ഒന്നും നിങ്ങളെ വീട്ടിന്റെ ആ നിശ്ചയിക്കപ്പെട്ട സെപ്റ്റിക് ടാങ്കിലേക്കല്ല പോണത്, എൻ്റെ പുരയിടത്തിലാണ് വർഷങ്ങളായി വീഴുന്നത്. ഇത് ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭാര്യ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, എൻ്റെ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ അതെടുത്ത് വൃത്തിയാക്കി കുഴിച്ചു മൂടും. വർഷങ്ങളായി എൻ്റെ പണി ഇതാ. ഇത് ആളാരാന്നൊന്ന് ആലോചിച്ച് നോക്കിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത്രയും വലിയ സ്ഥാനത്തുള്ള മഹാൻ പറയേ, അതും അപ്പുറത്ത് താമസിക്കുന്ന മറ്റൊരു മതവിശ്വാസിയാണ്, പക്ഷെ അയൽപക്കക്കാരനാണ്. അതുകൊണ്ട് ഞാൻ ഇത് കൊണ്ടുവന്ന് എന്നും ഇങ്ങനെ കുഴിച്ചു മൂടും.
അത് സംസ്കരിക്കും, അത് വൃത്തിയാക്കും. അങ്ങനെ ഞാനിങ്ങനെ കൊണ്ടിടക്കേ. പക്ഷെ എൻ്റെ മോനെ, എൻ്റെ അയൽപക്കക്കാരാ, ഇനി ഒരു പക്ഷെ അതിന് സാധ്യമല്ലാത്ത വിധം ഞാൻ മരിച്ചു പോയാൽ ഇതൊന്നും അറിയാത്ത എൻ്റെ ഭാര്യയും മക്കളും നാളെ ഈ വേസ്റ്റ് ഈ പുരയിടത്തിൽ കാണുമ്പോൾ അവർ ചിന്തിക്കും, ഇന്നലെ വരെ ഇതെന്നെ നിങ്ങളെ ബാപ്പ കഷ്ടപ്പെട്ട് മൂടിയിട്ടും ഈ അയൽക്കാരൻ അത് തിരിച്ചറിഞ്ഞില്ലല്ലോ. അവർക്ക് രോഷം വരും, പ്രകൃതിപരമായ മാനുഷികമായ വെറുപ്പ് വരും. ആ വെറുപ്പ് ചിലപ്പോൾ അള്ളാഹുടെ മുമ്പിൽ അവരെ വെറുപ്പിന് കാരണമാക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഉലയാതിരിക്കാൻ വേണ്ടിയിട്ടും പറയേ, ഇനിയെങ്കിലും നിങ്ങൾ വിഷമിക്കാതെ അതിനുള്ള വഴി ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പാടേ അല്ലാഹ് വല്ലദീന യുദൂന മാ മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്ന് വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബൂ ഫഖദ് ഇഹ്തമലൂ ബുഹ്താനൻ വ ഇസ്മൻ മുബീനാ. ഈ ജൂതരായ അയൽക്കാരൻ കരയുന്നു. ഈ വലിയ മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി തങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സ് വേദനിച്ചിട്ട് കരയുന്നത് പോലെ മഹാനരെ മുമ്പിൽ നിന്ന് വിതുമ്പി വീഴുന്നു. ആ കാലിലേക്ക് ചെന്ന് പൊതിയുന്നു. അങ്ങെന്താണ് തങ്ങളെ ഈ പറയുന്നത്? അങ്ങയുടെ അയൽപക്കത്ത് താമസിക്കുന്ന, അതും മറ്റൊരു മതവിശ്വാസിയായി ജീവിച്ച ഞാനും എൻ്റെ കുടുംബവും അങ്ങിൽ നിന്ന് എത്രയോ താഴെയാണോ. ഈ സമുദായം അങ്ങ് എത്ര ഉയരത്തിലാ കൊണ്ടു നടക്കുന്നത് തങ്ങളെ. എന്നിട്ട് പോലും വർഷങ്ങളായി ഞങ്ങളുടെ വിസർജ്യത്തിന്റെ ആ വടി പോലും അടഞ്ഞ പുരയിടത്തിൽ വീടുമ്പോ ഇത്രയും വലിയ സ്ഥാനത്തിലേക്ക് അങ്ങ് വൃത്തിയാക്കുകയോ? ഇതെന്തൊരു മാതൃകയാണ്, ഇതെന്തൊരു ജീവിതമാണ്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തങ്ങളെ. ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് മഹാനര് തിരിച്ചു പറഞ്ഞു, ഇല്ല സഹോദരാ, അത് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുമെന്ന് കരുതി ഞാൻ പറയാത്തതാ. അപ്പോഴും എൻ്റെ അയൽക്കാരനെ ഞാൻ പ്രയാസപ്പെടുത്തിയവരാവൂലേ, അതുകൊണ്ട് പറയാത്തതാണെന്ന് പറഞ്ഞ പാട് ഈ മജൂസിയായ ഈ ജൂതനായ അയൽപക്കക്കാരൻ മഹാനായ സഹൽ ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി തങ്ങളുടെ കൈ കവർന്ന് പിടിക്കുന്നു. ആ കൈ ചുംബിക്കുന്നു. ഇതെന്തൊരു മതമാണ് തങ്ങളെ? അയൽവാസി മറ്റൊരു മതവിശ്വാസിയാണെങ്കിൽ അവനോട് പോലും ഈ കൃപ കാണിക്കണമെന്ന് പഠിപ്പിച്ച ഈ മതം ഇനി എന്റെയും മതമാണ്. ആ അധ്യാപനം പഠിപ്പിച്ച മുഹമ്മദ് നബി ഇനി എൻ്റെ നബിയാണ്. ആ പടച്ച റബ്ബിന്റെ റബ്ബാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി ആ അയൽപക്കക്കാരൻ ഈ കൃത്യമായ പ്രവൃത്തിയുടെ മുമ്പിൽ മുസ്ലിമായി ആ ഹിദായത്ത് മറ്റൊരാൾക്ക് സമ്മാനിച്ച പവറോടുകൂടി സഹൽ ബിൻ അബ്ദുല്ലാഹി ദുസ്തുരി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിൽ മദീനത്തുർ റഹ്മ സാധു സഹായ സമിതിയുടെ 2 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയുടെ 2ാമത്തെ ദിവസം പകലന്തിയോളം മഴ കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ചിട്ട് പോലും ഈ ചെറിയ മണിക്കൂറുകളെ മഴയിൽ നിന്ന് പോലും സംരക്ഷണത്തോടുകൂടി ഈ മജ്ലിസിനെ അല്ലാഹു വടിപ്പെടുത്തി തന്നപ്പോ ഈ മജ്ലിസിലെത്തിയ ഉമ്മ, ഇതിനപ്പുറം അയൽപക്ക ബന്ധത്തെ സംബന്ധിച്ച് അബൂ റബി എന്നതിന്റെ മുത്തുമോന് ഇനി എന്താണ് എൻ്റെ ഉമ്മയോട് പറയാനുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത അബൂ റബി എന്ന ദീനിയായ നിന്റെ സഹോദരന് ഇതിനപ്പുറം വേണ്ട പറയേറെ പറയേണ്ടതില്ലല്ലോ മോളെ. ഈ അയൽപക്ക ബന്ധം ചെറുതല്ല മോളെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ വിഷയം ചെറുതായി കാണല്ല. സഹൽ ബിൻ അബ്ദുല്ലാഹി ദുസ്തുരിമാർ, അബൂ ഹാമിദ് അൽ ഗസാലിമാർ, ജുനൈദുൽ ബഗ്ദാദിമാർ, അബുൽ ഹസൻ സാദിലിമാർ, അബുൽ അബ്ബാസ് അൽ മുർസിയമാർ, മെഹറൂഫ് അൽ കർഹിമാർ, ജുനൈദുൽ ബഗ്ദാദിമാർ,
യാഖൂത്തിൽ അർശിമാർ. അവരുടെ അയൽപക്ക ബന്ധങ്ങളെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്തുവെങ്കിൽ എന്റെ പൊന്ന് സഹോദരാ, ആ മാർഗം സ്വീകരിക്കാതെ സ്വർഗം കൊതിക്കല്ല. എന്റെ പ്രിയപ്പെട്ട പിതാവേ, അയൽക്കാരോട് വെറുപ്പ് വേണ്ട ബാപ്പാ, അയൽക്കാരോട് ശത്രുത വേണ്ട ബാപ്പാ. അയൽക്കാരെ കുറിച്ച് ഉള്ളതാകട്ടെ അവരുടെ ന്യൂനതകളെ കടകളിലും കമ്പോളങ്ങളിലും പള്ളികളിൽ പറഞ്ഞ് പരത്തണ്ട ബാപ്പാ. എന്റെ പിതാക്കന്മാരങ്ങനെ ചെയ്തെന്നല്ല ഇന്ന് സർവ്വസാധാരണ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ പേരിൽ നമ്മൾ അറിയാതെ നമ്മുടെ നിസ്കാരങ്ങളെ പോലും അല്ല കുഴിച്ചു മൂടുന്നുണ്ട്, നമ്മുടെ നോമ്പുകളെ പോലും അല്ല നശിപ്പിക്കുന്നുണ്ട്, നമ്മുടെ സൽപ്രവർത്തികളെ പോലും അല്ല കരിച്ചു കളയുന്നുണ്ട്. അതിന് മാത്രം തീക്ഷ്ണമാണ് അയൽപക്ക ബന്ധം. എന്റെ പ്രിയപ്പെട്ടവര്, വല്ലദീന യസ്ലൂനമാ أمر الله به أن يوصلا ويخشون ربهم ويخافون سوء الحساب. അള്ളാഹു നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കാർക്ക് എല്ലാവിധ സന്തോഷവും നൽകുമാറാകട്ടെ, സമാധാനം നൽകുമാറാകട്ടെ, ഐശ്വര്യം നൽകുമാറാകട്ടെ. അവര് ചെയ്ത പാപങ്ങളൊക്കെയും അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. ഹിദായത്തിന് അർഹതപ്പെട്ടവർ നമ്മുടെ ആ അയൽപക്ക കൂട്ടങ്ങളിലുണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് ഹിദായത്തും ഈമാനും സന്തോഷവും നൽകുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ അങ്ങനെയെങ്കിലുമൊക്കെ ദുആ ചെയ്ത് അവരോട് ചെയ്ത അനീതികളും ഉപദ്രവങ്ങളുണ്ടെങ്കിൽ നമുക്ക് മാപ്പാക്കി കിട്ടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി നാളെ മഹ്ശറയിൽ ഈ ഭാഗം ഞാനൊന്ന് ചുരുക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കെ. നാളെ മഹ്ശറയിലെത്തുമ്പോൾ ആദ്യം അല്ലാഹ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? കർമ്മമേഖലയല്ല, കർമ്മമേഖലയിൽ ചോദ്യങ്ങൾ വേറെ ഉണ്ടാകും. രണ്ടുപേർക്കിടയിൽ അള്ളാഹു ആദ്യമായി പിടിച്ചെടുത്തുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ? അബൂ റബീനെയും പിടിച്ചെടുത്തു, നിങ്ങളെയും പിടിച്ചെടുത്തു, അല്ലേ? നമുക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിട്ട് മൂടും, മരിച്ചു, കഴിഞ്ഞു. ഇവിടുത്തെ ജീവിതം 60, 50, 55 വയസ്സുകൊണ്ട് തീരും. ഇന്നും നിങ്ങളിലേക്ക് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് കടുവയിൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. ഹൈ ഷുഗർ കയറിയിട്ട് ചെറുപ്പക്കാരനാണ്, പെട്ടെന്ന് മരിച്ചു. ഇന്നത്തെ വെള്ളിയാഴ്ച അസർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. ഈ പാവം 2 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവസാനം ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. വീട്ടിലെത്തി കുറേ കഴിഞ്ഞ് മണിക്കൂർ കഴിഞ്ഞു അദ്ദേഹം മരിച്ചു. ഇപ്പോൾ 9 ഈ സമയത്ത് മിക്കവാറും മറമാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വയലിന് പോകണം, നേരത്തെ ഏറ്റതാണെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് വന്നതാണ്. അള്ളാഹു ആ പൊന്നു സഹോദരന് സ്വർഗം നൽകുമാറാകട്ടെ. എത്ര പെട്ടെന്നാണ് മരണം. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ തേടിയെത്തും. അമാ വല്ലാഹി ലൗ അലിമൽ അനാമോ ലിമാ ഖുലിഖൂ ലമാ ഗഫലൂ വനാമൂ മമാതുൻ സുമ്മ ഖബ്റുൻ സുമ്മ ഹസ്റൂ وتوبيخ وأهوال عظام. എന്താവട്ടെ, നാളെ മഹ്ശറയിലെത്തി. ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴും നല്ല രസമാണ് നമുക്കിങ്ങനെ തോന്നും. ഈ ബൈത്തൊക്കെ ഒന്നും രസം പിടിക്കേണ്ടല്ല. ഒരുപാട് പേര് പൊട്ടിക്കരഞ്ഞത്, അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളെ പോലുള്ളവർ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞ വരികളാണ് ഇതൊക്കെ. മരിക്കും, ഞാനൊരു ഖബറ് കാണും, ഒറ്റയ്ക്ക് കിടക്കും, മണ്ണിൻ്റെ ഇരുളിൻ്റെ ഭീകരത, ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ശക്തമായ ഇരുളിൻ്റെ ഭിത്തികൾ ഞാൻ എങ്ങനെ കണ്ടു കിടക്കും? ഞാൻ കിടക്കുന്ന മണ്ണിൻ്റെ ഇരു സൈഡുകളും പൊട്ടിത്തകർത്ത് അതിഭീകര ശബ്ദത്തോടെ 2 മലക്കുകൾ എൻ്റെ മുമ്പിലേക്ക് ഉയർന്നു വരുമ്പോൾ അവരെ തല ചെന്ന് മുട്ടുന്നത് എൻ്റെ ആ കാഴ്ചയിൽ ആകാശത്തിൻ്റെ നീലിമയിലാണ്. അങ്ങനത്തെ ഭീകരരായ മലക്കുകളുടെ ദിഗന്ധം പൊട്ടുമാർ ഉച്ചത്തിൽ വരുന്ന ഘനഗാംഭീര്യമുള്ള ശബ്ദത്തോടെയുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ മറുപടി പറയും? ജനിച്ചുപോയല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച വരികളാണ് ഈ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ നമ്മളും അനുഭവിക്കേണ്ടതാണ്. എന്തോ ആവട്ടെ, മഹ്ശറയിലെത്തി അല്ലേ? ആ മഹ്ശറയിൽ നിൽക്കുമ്പോ 2 പേർക്കിടയിലുള്ള അങ്ങനെ ഉണ്ടല്ലോ, ക്രയവിക്രയങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇടപാടുകൾ, ഇടപെടലുകൾ, ശാസ്ത്രവങ്ങൾ, ഇങ്ങനെ വരുന്ന ഒരുപാട് വിഷയങ്ങൾ പരസ്പരം ഉണ്ട്. 2 പേര്, 3 പേര്, 4 പേര് ചേർന്നിട്ടൊക്കെ. അതിൽ 2 പേര് ചേർന്ന വിഷയത്തിൽ ആദ്യമായി അള്ളാഹു പിടിച്ചു നിർത്തുന്നത് എങ്ങനെയെന്നറിയോ? ആരെ? അബൂ റബീനെ അബൂ റബീന്റെ വാപ്പയല്ല, അബൂ റബീനെ അബൂ റബീന്റെ ഉമ്മയല്ല, അബൂ റബീനെയും അബൂ റബീന്റെ പ്രിയപ്പെട്ടവളെയും അല്ല. ഖാലിദ് ഉസ്താദിനെ അങ്ങനെ തന്നെ, നിങ്ങളെ അങ്ങനെ തന്നെ. പിന്നെ ആരെ പിടിച്ചെടുത്തുക? എന്നെയും എൻ്റെ അയൽപ്പക്കക്കാരനെയും പിടിച്ചെടുത്തു. ഖാലിദ് ഉസ്താദിനെയും ഖാലിദ് ഉസ്താദിന്റെ അയൽപ്പക്കക്കാരനെയും പിടിച്ചെടുത്തു. ജമാലുദ്ദീൻ ഉസ്താദിനെയും ഉസ്താദിന്റെ അയൽക്കാരനെയും പിടിച്ചെടുത്തു. അതേപോലെ നമ്മൾ ഓരോരുത്തരെയും പിടിച്ചെടുത്തു. എന്നിട്ട് അള്ളാഹ് ചോദിക്കും, നിങ്ങൾ തമ്മിൽ അയൽപ്പക്കക്കാരല്ലായിരുന്നു? ആ.
ആർക്കെങ്കിലും ആരെങ്കിലും കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞു. അല്ല പറയേണ്ട പ്രിയപ്പെട്ടവരെ, അവിടെയാ കുടുങ്ങുക. ഇത് അബൂ റബീന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ മുത്തുനബി പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ. കമ്മിൻ ജാരിൻ തഅല്ലുഖും ബിജാരിഹി യഖൂൽ. അതുകൊണ്ട് വേണ്ട ഉമ്മ, ഒരയൽവാസിയും വേദനിക്കപ്പെടണ്ട. അങ്ങനത്തെ ഒരു കാര്യമേ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. പരമാവധി അവരെ സന്തോഷിപ്പിച്ചോ. നല്ല കാര്യമാണെങ്കിൽ ഇടപെട്ടോ, അല്ലാത്തത് കണ്ടില്ലെന്ന് നടിച്ചോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അയൽക്കാരന്റെ ഒരൊറ്റ രഹസ്യങ്ങളിലേക്കും നീ ചൂഴ്ന്നു പോകണ്ട. വേണ്ടപ്പെട്ടതും ഉപകാരമുള്ളതുമാണെങ്കിൽ നീ സാക്ഷിയാകിക്കോ. അതല്ലെങ്കിൽ അവരോടൊപ്പം പങ്കുകൊണ്ടോ. ചേരാൻ പറ്റാത്തതോ അനാവശ്യമോ ആണെങ്കിൽ അങ്ങോട്ട് തിരിയണ്ട പൊന്ന് സഹോദരാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും വൃത്തികേടുകൾക്ക് കയറൂരി വിടണമെന്നല്ല. മറിച്ച് സാധാരണ നമ്മുടെ അയൽക്കാരൊന്നും അങ്ങനെയല്ലല്ലോ. അങ്ങനത്തെ അയൽക്കാരുടെ ന്യൂനതകളെ പെറുക്കി പിടിക്കാൻ, അതിൽ സസൂക്ഷ്മത നടത്താൻ, എന്നിട്ട് മറ്റുള്ളവരുടെ ചെവികളിൽ എത്തിക്കാൻ ശ്രമിക്കണ്ട സഹോദരാ, ശ്രമിക്കണ്ട പിതാവേ. നാളെ മസ്സറയിലെത്തുമ്പോ ഈ അനുഭവിച്ചവരൊക്കെയും നാളെ റബ്ബിന്റെ മുമ്പിലെത്തും. എന്നിട്ട് റബ്ബിനോട് പറയുന്ന വാക്ക് മുത്തുനബി പറയേ, യാ റബ്ബി, എന്റെ അല്ലാഹ്, സൽഹാദാ, ഇവൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ താമസിച്ച എന്റെ അയൽപക്കക്കാരനാ, ഇവൻ എന്റെ വീട്ടിന്റെ ഓരത്ത് താമസിച്ച അയൽപക്കക്കാരനാ. ഇവനോട് ചോദിക്കണേ അല്ലാഹ്, ലിമാഗിലക അന്നീ ബാബാ, എന്നിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇവൻ ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ എന്നെ കാണുമ്പോ ഇവൻ വാതിൽ വലിച്ചടച്ച് കളയുന്നു, വെറുപ്പ് വെച്ചുകൊണ്ട് കാർക്കിച്ചു തുപ്പുന്നു. എന്റെ മുഖത്ത് തുപ്പുന്നത് പോലെയാണ് അവന്റെ പുരയിടത്തിൽ അവൻ തുപ്പിയിട്ടാ വെറുപ്പ് കാണിക്കുന്നത്. എന്റെ കൽഭാഗ പൊട്ടിയിട്ടുണ്ടേ അല്ലാ. അവിടെ വെച്ച് ഞാൻ പ്രതികരിച്ചിട്ടില്ല. എന്റെ മക്കള് സ്കൂള് വിട്ട് വരുമ്പോ പോലും ഇവന്റെ ഭാര്യ വാതിൽ വലിച്ചടച്ചുകൊണ്ട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നു. എന്റെ മക്കള് വന്നിട്ട് പറയും, ബാപ്പാ, ഞങ്ങൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്, എന്നിട്ടും നമ്മളെ കാണുമ്പോ ആ വെറുപ്പ് അവര് കാണിക്കുന്നുണ്ട് ബാപ്പാ എന്ന് പറയുമ്പോ, അയൽക്കാരല്ല മക്കളെ, ക്ഷമിച്ചു കളയ് എന്ന് പറഞ്ഞെന്റെ മക്കളെ ഞാൻ സമാധാനിപ്പിക്കുമ്പോഴോ എന്റെ മനസ്സ് മുഴുവനും ഭാരമാണ് റബ്ബേ. അതുകൊണ്ട് ചോദിക്കണേ അല്ലാ, ദുനിയാവിൽ വെച്ച് നീ എന്റെ അയൽക്കാരനായി ഇവനെ തന്നിട്ട്, അയൽക്കാരിയായി ഇവളെ തന്നിട്ട് എന്തിനാണ് എന്നെ കാണുമ്പോ വാതിലടയ്ക്കുന്നതെന്ന്, എന്തിനാണ് ഈ രീതിയിൽ എന്റെ മക്കളെ വേദനിപ്പിച്ചതെന്ന് ചോദിക്കണേ അല്ലാ. അതിനുത്തരം പറയാതെ ഇവന്റെ നിസ്കാരങ്ങൾക്ക് വിലയിടല്ലേ അല്ലാ, ഇവന്റെ നോമ്പുകൾക്ക് വിലയിടല്ലേ അല്ലാ, ഇവളെ ദാനധർമ്മങ്ങൾക്ക് വിലയിടല്ലേ അല്ലാ. അതുപോലെ പടച്ചവനെ, എന്റെ 20-കാരി പൊന്നുമോളുടെ കല്യാണം ഒന്ന് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ പരിശ്രമിച്ചു. നാട്ടിലെ ചെറുപ്പക്കാരെന്നെ സഹായിച്ചു. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടി എന്റെ മകളെ കല്യാണം നടത്താൻ തീരുമാനിക്കുമ്പോ അതിനുവേണ്ടി നിശ്ചയിക്കപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ചെന്ന് എന്റെ മോളെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു, എന്റെ മകളെ കുറിച്ച് കള്ളക്കഥകൾ പറയുന്നു. അങ്ങനെ വിവാഹാലോചനകൾ വഴിയിൽ വെച്ച് മുടക്കുന്നു. ഈ ആൾക്കാരൻ അങ്ങനെ ഒരുപാട് എന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. പടച്ചവനെ, ചോദിക്കണേ അല്ലാ, എന്തിനാണ് എന്നെ അത്തരത്തിൽ വേദനിപ്പിച്ചതെന്ന് ചോദിക്ക റബ്ബേ. അത് ചോദിക്കാതെ എന്ത് അമലെടുത്തെന്ന് പറഞ്ഞാലും അതിന്റെ പേരിൽ സ്വർഗം ഇവനെ കാണിക്കരുതേ അല്ലാ. അതിന് പരിഹാരം എനിക്ക് വാങ്ങിച്ചു തരണേ അല്ലാ. എന്റെ മക്കളെ വെള്ളം കുടി മുട്ടിച്ചത് എന്തിനാ, എന്റെ മക്കളെ അന്ന മുട്ടിച്ചത് എന്തിനാ, പള്ളിയിലും കമ്പോളത്തിലും ചെന്ന് ഞങ്ങളെ കുറിച്ച് മോശത്തരം പറഞ്ഞത് എന്തിനാ, ചോദിക്കണേ അല്ലാ എന്ന് റബ്ബിന്റെ മുമ്പിൽ ചോദിക്കുമെന്ന്. അവിടെ അയൽവാസി ആരൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടോ അവരൊക്കെയും നാളെ അവിടെ വെച്ച് പെട്ടുപോകുമെന്ന് നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ചെറിയ ബന്ധല്ലത്, വലിയ ബന്ധമാണ് അയൽപക്ക ബന്ധം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കി എൻ്റെ സഹോദരിമാരോട് ഒരു ഹദീസിന്റെ ഒരു കണ്ടം കൂടി ആ വിഷയത്തിലൊന്ന് പറയട്ടെ. നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൂട്ടം സ്വഹാബത്ത് വന്നിട്ട് അന്നത്തെ വിശ്വാസിനിയായ ഒരു സ്വഹാബി വനിതയെക്കുറിച്ച് നബി തങ്ങളോട് പറയേ, നബിയെ, ഇന്ന ഫുലാനത്ത, ഇന്ന വീട്ടിലെ പെണ്ണ്, തുക്സിറു മിൻ സ്വലാത്തിഹ, എപ്പോഴും അവള് നിസ്കാരമാണ് നബിയെ. അതുപോലെ തന്നെ വസ്വദഖത്തിഹ, ഏത് പാവങ്ങളെ കണ്ടാലും അവള് സ്വദഖ ചെയ്യും.
ഇത്ര നല്ല അമലുകളാ. വസിയാമിഹ, അവള് മിക്കവാറും സുന്നത്തു നോമ്പുകളാണ്, ഒന്നിരാട സുന്നത്തു നോമ്പുകളാണ്. ഇതൊക്കെ അവൾക്കുണ്ട് മുത്തുനബിയെ. അപ്പൊ അവള് രാത്രി നിസ്കാരം, പകല് സുന്നത്ത് നോമ്പ്, ഏത് പാവങ്ങൾക്കും വാരിക്കോരി കൊടുക്കും. പക്ഷേ വൈറ അന്നഹ, ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? തുഉദി ജീറാനഹ, അവൾ അയൽക്കാരെ അവൾ വേദനിപ്പിക്കും. എങ്ങനെ? ബിലിസാനിഹ, അവളെ നാവ് കൊണ്ട് പ്രാക്കും. നമ്മളെ ഭാഷ പറഞ്ഞ പ്രാകും. അവരെ കുറിച്ച് മോശത്തരം പറഞ്ഞു പരത്തും. ഇങ്ങനെ നാവ് കൊണ്ട് അയൽക്കാരെ ഉപദ്രവിക്കുന്ന ഒരു പണി മാത്രം അവക്കുണ്ട്, ന്യൂനതയായി. ബാക്കി നിസ്കാരത്തിൽ മുമ്പില, നോമ്പിൽ മുമ്പില. മുത്തുനബിയോടായി പറയണമെന്ന് എൻ്റെ സഹോദരിമാർ, ഉമ്മമാർ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നല്ല എൻ്റെ സഹോദരിമാർ, ഉമ്മമാർ. പക്ഷേ എൻ്റെ ബാധ്യതയല്ലേ ഇവിടെ കയറി നിൽക്കുമ്പോൾ എൻ്റെ ഉമ്മമാരെ, എന്നെ സ്നേഹിക്കുന്ന ഉമ്മമാരോട് പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ബാധ്യത. കാരണം അയൽപക്ക ബന്ധങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങളാണ്. ഞങ്ങൾ ആണുങ്ങളല്ല, ഞങ്ങളെക്കാളും അപ്പുറം നിങ്ങളാണ്. അപ്പൊ നിങ്ങളാണ് ഇക്കാര്യം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ അമലിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, നാവ് കൊണ്ട് അയൽക്കാരെ വേദനിപ്പിക്കും. ഇത് കേട്ട് തീർന്ന ഉടനെ അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, ലാ ഖൈറ ഫീഹാ, ഒരു ഖൈറുമില്ല അവളിൽ, ഒരൊറ്റ നന്മയില്ല അവളിൽ. അവൾ ആ ചെയ്യുന്ന നന്മകൾക്കൊന്നും നന്മയെന്ന് പറയാൻ പറ്റില്ല. കാരണം അതിനൊക്കെ അതിജയിക്കുന്ന തിന്മയാണ് അയൽവാസി അവളെ നാവ് കൊണ്ട് അവൾ ഉപദ്രവിച്ചത്. വഹിയ മിൻ അഹ്ലിന്നാർ, അവൾ ഇങ്ങനെ തന്നെ പോയി മരിക്കുകയാണെങ്കിൽ അവൾ നരകത്തില. മുഹമ്മദുർ റസൂലുള്ളാഹി. നേരെ തിരിച്ചു മുത്തുനബിയോട് ചോദിച്ചു, തുസല്ലി മക്തൂബത്തൻ, മറ്റൊരു പെണ്ണിനെ കുറിച്ച് പറഞ്ഞു, അവള് ഫർള് നിസ്കരിക്കാറുണ്ട്. വതുസദ്ദിഖു ബിഅസ്വാബിൻ, ആ ഫർള് മാത്രമേ നിസ്കരിക്കൂ. വലിയ സുന്നത്ത്, നേരത്തെ പറഞ്ഞ പെണ്ണിനെ പോലെ വലിയ സുന്നത്തുകളുടെ പരിവേഷം പറയാനില്ല, കുറച്ച് കാണാനില്ല, പക്ഷെ അതൊന്നും പറയാനില്ല. വതുസദ്ദിഖു ബിഅസ്വാബിൻ, മറ്റവളെ പോലെ ഭയങ്കര ദാനധർമ്മമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ വസ്ത്രങ്ങൾ എടുത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുത്തൊരു സ്വതക്ക, അത്രേ ഉള്ളൂ. പക്ഷേ വലാ തുഉദി ജാറഹ, മറ്റവളെ പോലെ അയൽവാസിയെ ഉപദ്രവിക്കാറില്ല, അയൽവാരെ കുറിച്ച് മോശത്തരം പറയാറില്ല. അങ്ങനത്തെ ഒരു വൃത്തികേട് അവൾക്കില്ല. അല്ലാഹുവിന്റെ മുത്തുനബി പറഞ്ഞു, അവൾ നല്ലവളാ. ഹിയ ഫിൽ ജന്ന, ഈ ഒരൊറ്റ കാരണം കൊണ്ട് അവൾ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഈ വിഷയം ഗൗരവത്തിൽ എടുക്കണം കേട്ടോ. എൻ്റെ സഹോദരങ്ങളോട്, ഞാനും അയൽക്കാരനാണ്, ഞാൻ എന്നോടടക്കം പറയാണ്, ഇതൊരു ചെറിയ വിഷയമായിട്ട് കാണരുത്. പ്രത്യേകിച്ച് ഈ അതിർവരമ്പ് തിരിക്കലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ വലിയ എന്ന് വിചാരിച്ച് നമ്മുടെ പെരയുടെ അയൽക്കാരനല്ലേ എടുത്തോണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാറില്ല. അത് നമ്മൾ വാരിക്ക് നമ്മുടെ മക്കൾക്കും ആ പരമ്പരയ്ക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹ് തന്ന സ്വത്താണ്, അത് വിട്ടുകൊടുക്കണമെന്നല്ല. പക്ഷെ അത് വിട്ടുകൊടുക്കാതിരിക്കുമ്പോഴും മറ്റെടുത്ത് തൊടാതെ വരുന്ന ഒരു ധാർമ്മികതയുടെ നീതി ഒരയൽപക്കക്കാരൻ എന്നുള്ള തരത്തിൽ നമ്മൾ അവിടെയൊക്കെ പുലർത്തണം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതിനിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമായി ശ്രമിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരെയൊക്കെ അതേ സ്ഥാനം നൽകി തന്നെ അതേ വില കണ്ടുകൊണ്ട് അവരങ്ങ് അവഗണിക്കലല്ലാതെ വേറെ തരവില്ല. അതോടൊപ്പം തന്നെ ഒന്ന് താന്നു കൊടുക്കേണ്ടി വന്നാൽ അവിടെയൊക്കെ ഒന്ന് താന്നു കൊടുക്കണം. ആ അയൽക്കാരൻ്റെ മുമ്പിൽ 1000 വട്ടം അല്ലാഹു തആല നിന്നെ ഉയർത്തും, ഒരു സംശയം വേണ്ട. ആ ബന്ധം പൊട്ടിക്കാതിരിക്കാൻ എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് താന്നു കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ ആ അയൽക്കാരൻ്റെ മുമ്പിൽ ആ ഒരു താഴ്ചയ്ക്ക് പകരം 1000 വട്ടം അള്ളാഹു നിന്നെ ഉയർത്തി നിർത്തും, എന്നിട്ടേ മരിപ്പിക്കൂ. കാലം സാക്ഷിയാണ്.